ഈ പ്രീ ക്യാൻസറസ് ലീഷൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. പ്രീ ക്യാൻസറസ് ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ള ചില വ്യക്തികളുണ്ട്. നമ്മളത് നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് വളരെ പഴയ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഈ പ്രീ ക്യാൻസറസ് ലീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 5-6 മെയിൻ പോയിൻറ്റ്സ് ഞാൻ പറയാം. ഒന്നാമത്തെ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴയുണ്ടാകുക. പക്ഷെ ആ മുഴയ്ക്കുള്ള പ്രത്യേകത അത് വളരെ ഹാർഡായിരിക്കണം, അത് കട്ടിയുള്ളതായിരിക്കണം. രണ്ടാമത്തെ പ്രത്യേകത അത് ഫ്രീലി മൂവുകൾ ആയിരിക്കരുത്. എന്ന് പറഞ്ഞാൽ കട്ടിയായിട്ട് അവിടെ തന്നെ ഇരിക്കണം. നമ്മൾ അങ്ങോട്ടും കൊണ്ട് പിടിച്ചമക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയോ ചെയ്താൽ അത് മാറാതെ അവിടെ തന്നെ ഇരിക്കുന്നൊരു മുഴ ആയിരിക്കണം. അതിനോടുകൂടി ചിലപ്പോൾ നമ്മുടെ ലിംഫിനോട്, നമ്മളിപ്പം ബ്രസ്റ്റിനുണ്ടാകുന്ന മുഴയാണെങ്കിൽ നമ്മുടെ ഈ കക്ഷത്തിൻ്റെ അവിടെ ചെറിയ ചെറിയ മുഴ വരും. ലിംഫിനോട് അലാർജ്മെൻറ്റ്സ് എന്ന് പറയും. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ കാണും. അങ്ങനെയുള്ള മുഴ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അത് ചിലപ്പം വയറിലും വരാം, പല ശരീരത്തിൻ്റെ പല സ്ഥലത്തും അങ്ങനെയുള്ള മുഴകൾ വരാം. അതിന് ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും അസുഖം ഉണ്ടാവുകയാണെങ്കിൽ, ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ സ്റ്റൂള്, നമ്മുടെ മല എപ്പോഴും ഒരു റെഗുലർ ആയിരിക്കത്തില്ല. നമുക്ക് ഒരു 6 മാസത്തിൽ കൂടുതലായിട്ട് നമുക്കെപ്പോഴും ഗ്യാസ്ട്രിക് ഡിസ്കംഫോർട്ട് അല്ല വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ബ്ലാക്കായിട്ടുള്ള കറുത്ത സ്റ്റൂള് വരും. അതൊരു ഇമ്പോർട്ടൻസ് പോയിൻ്റാണ്. പിന്നെ നമ്മൾ സാധാരണ ഇപ്പം കാണുന്നൊരു സംഭവമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ആണല്ലോ, ഈ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലുള്ള മെജോറിറ്റി ഗേൾസിനും ഉണ്ട് ഉള്ള അസുഖമാണ്. വലിയ കാര്യമായിട്ട് ഒരു ആക്കുന്നുമില്ല. പക്ഷേ നമ്മൾ ഫാറ്റ് ലിവറുള്ള പയ്യന്മാരാണെങ്കിലും കൂടുതലായിട്ട് മദ്യപിക്കുകയോ സിഗരറ്റ് വലിയോ അല്ലെങ്കിൽ ഇംപ്രോപ്പറായിട്ടുള്ള ഫുഡ്, ബീഫോ അങ്ങനെയുള്ള ഇംപ്രോപ്പറായിട്ടുള്ള ഫുഡൊക്കെ തുടർച്ചയായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഗ്യാസ്ട്രിക് ഡിസ്കംഫോർട്ട് വരും. അപ്പോൾ അവരുടെ ഫാറ്റ് ലിവർ എന്നുള്ള ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെയോട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഗ്രേഡ് മാറിക്കഴിയുമ്പോൾ നേരെ സിറോസിസിലോട്ട് പോകും. സിറോസിസിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തത് ക്യാൻസറിലോട്ട് പോകും. ഹെപ്പറ്റൈറ്റിസ് കാർസിനോമ എന്ന് പറയുന്നൊരു കണ്ടീഷനിലോട്ട് പോകും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. പിന്നൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട ചില ക്യാൻസർ, അത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്യാൻസർ ഉള്ളവർക്ക് ഒന്നാമത്തെ പ്രശ്നം പറഞ്ഞാൽ അത് സൗണ്ടിന് വേരിയേഷൻസ് ഉണ്ടാവും. നമ്മൾ സാധാരണ സൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ സൗണ്ട് സാധാരണയിൽ നിന്ന് മാറിയതിന് ശേഷം സൗണ്ട് വ്യത്യാസം കാണിക്കും. അങ്ങനെയുള്ളവർക്കും മെൻ്റലി ഒരുപാട് ടെൻഷനും കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്തുള്ള ബന്ധുക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെയുള്ളവർക്ക് മാനസിക സമ്മർദ്ദമൊക്കെ വരും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന പെൺകുട്ടികൾക്കും കൊച്ചു പെൺകുട്ടികളായാലും ചിലപ്പോൾ ഇങ്ങനെയുള്ള ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ തലയിലുണ്ടാകുന്ന ചില മുഴകൾ ചിലപ്പോൾ പുറമേ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഈ തലകറക്കമായിട്ടോ ചിലർ തലവേദനയായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അത് ഈ ക്ലയോമ എന്ന് പറഞ്ഞൊരു ക്യാൻസറാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതലായിട്ട്. പണ്ട് ഞാൻ ഒരു പേഷ്യൻസിന് നോക്കിയ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞുമുണ്ട് വന്നത്, പെൺകുട്ടിയാണ്, 3 വയസ്സുള്ള പെൺകുട്ടി. ആ കുട്ടീൻ്റെ അടുത്ത് വന്ന് ആ കുട്ടിയും കൊണ്ട് വന്നപ്പോൾ ആ ചേച്ചിയും ആ കുട്ടിയും ശരിക്കും ആ ചേച്ചി എപ്പോഴും ഇങ്ങനെ കരയുന്ന പോലെ ഉള്ളൊരു സിറ്റുവേഷനാണ്.
അവരിങ്ങനെ പകുതി സംസാരിക്കുക കരയുക, പകുതി സംസാരിക്കുക കരയുക. അപ്പോൾ ഹസ്ബൻഡായിരുന്നു ഈ ഗ്ലൈമോ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻസ് പറഞ്ഞത്. ആക്ച്വലി ഞാനൊരു വർഷത്തോളം പയ്യനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. എന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്റ്റേബിളായി. ഇപ്പോൾ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ലാതെ ഇപ്പോഴും കൂളായിട്ട് ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നു. കളയുന്ന കണ്ടീഷൻസ് ആയിരുന്നു. നമ്മൾ സ്ലോലി ഗ്രോയിങ് ട്യൂമറാണ്. പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. നേരത്തെ കണ്ടുപിടിച്ചാൽ ഇതൊക്കെ മാറും. പിന്നൊരു സംഭവമുണ്ട്, ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫ്രീക്വൻസി, അർജൻസി, എസിറ്റൻസി, അക്യൂട്ട് യൂറിൻസ് അങ്ങനെയുള്ള ഓരോ സിംറ്റംസ് കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ക്യാൻസർ എന്ന് വിചാരിക്കരുത്. അത് BPH എന്ന് പറഞ്ഞൊരു സിംറ്റംസാണ്. കാരണം പ്രോസ്റ്റേറ്റ് വലുതാകുന്നതുകൊണ്ടുണ്ടാകുന്ന സിംറ്റം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരിക, ഇടയ്ക്കിടയ്ക്ക് പോകണമെന്നുള്ള ടെൻഡൻസി വരിക, അങ്ങനെയുള്ള കുറേ 4-5 സിംറ്റംസ് ഉണ്ട്. ഈ പറഞ്ഞ ഫ്രീക്വൻസി, അർജൻസി അങ്ങനെയുള്ള 4-5 സിംറ്റംസ്. അതൊന്നും ഒരിക്കലും ഒരു ക്യാൻസർ സ്റ്റേജ് അല്ല. ക്യാൻസർ ആകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ബ്ലഡ് യൂറിനകത്ത് മിക്കവർക്കാവും. അങ്ങനെയുള്ള കണ്ടീഷൻസുകളാണ് നമ്മളെപ്പോഴും ക്യാൻസർ സ്റ്റേജിലോട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് സാധാരണ കാണുന്നവർക്ക് ഒരിക്കലും ക്യാൻസറിലോട്ട് പോകണമെന്നില്ല. ചിലവർക്ക് അത് ക്യാൻസറിലോട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. അവർക്ക് ഹെമറ്റൂറി, ബ്ലഡ് യൂറിനകത്ത് ബ്ലഡ് കാണും. അത് ഇമ്പോർട്ടൻസാണ്. പിന്നൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഹെലിക്കോബാക്ടറി പൈലോറി ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻസ് ഉള്ള ഗേൾസിന്, ഇവർക്ക് 2 പേർക്കും ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഹെലിക്കോബാക്ടറി പൈലോറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക് നമ്മുടെ അബ്ഡോമൻ വയറുമായിട്ട് ബന്ധപ്പെട്ട് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഗൈനക്കോളജിക്കലി ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആ 2 കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് ചില ക്യാൻസർ വരും. അത് 50% ചാൻസ് ഉണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വരണമെന്നില്ല. എനിക്ക് തന്നെ അറിയാം, ഒരു വീട്ടിൽ 5 ചേച്ചിമാർ, ഒരാൾ ഡൽഹിയിലെ നേഴ്സ്, ഡൽഹിയിലെ മുംബൈ നേഴ്സ്, ഒരാൾ ഹരിപ്പാട് ബീവരത്തിൻ്റെ അടുത്ത് അവിടെ താമസിക്കുന്ന. കാരണം 5 പേരിൽ ഒരാൾ മാത്രം ക്യാൻസർ ഇല്ലാതെ വന്നിട്ടുണ്ട്. ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം ഏതാണ്ട് സിമിലറാണ്. ആ ഒരാൾ എൻ്റെ പേഷ്യൻ്റാണ്, ഇപ്പോഴും സ്റ്റേബിളാണ്. അത് 2ാമത്തെ ചേച്ചിയാണ്. ബാക്കി മിക്കവർക്കും ക്യാൻസറാണ്. മിക്കതും ബ്രസ്റ്റ് ക്യാൻസറാണ്. ഈ ചേച്ചിക്ക് ഒരുമാതിരിപ്പെട്ട മുഴകളെല്ലാം ഉണ്ട്, പക്ഷേ ക്യാൻസർ ഇല്ല. അത്യാവശ്യം എല്ലാം സ്റ്റേബിളാണ്. ഏകദേശം 60 വയസ്സിനടുത്തായി. എന്തായാലും 10 വർഷം കൊണ്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രീ ക്യാൻസറസ് ലീഷൻസ് നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്മൾ ക്യാൻസർ ഒരു പരിധി വരെ നമുക്ക് എയർലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പെയിൻലെസ് ആണ് സാധാരണപ്പെട്ട ക്യാൻസറുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ വേദനയൊന്നും കാണത്തില്ല. നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ട് എന്ന് ആരും നമുക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ലക്ഷണങ്ങളുടെ പ്രത്യേകത നമ്മൾ ഓർക്കേണ്ടത്.